നമസ്കാരം. നമസ്കാരം. ഇപ്പം 2026 നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് ഔദ്യോഗികമായിട്ട് വന്നു. കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ യുഡിഎഫ് മുമ്പിൽ വന്നു. ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നൊരു ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു സംഭവം. ഒരു ഭാഗത്ത് കെ.സി. വേണുഗോപാലുണ്ട്, മറുവശത്ത് വി.ഡി. സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴും നല്ലൊരു ശതമാനം കോൺഗ്രസ് പ്രവർത്തകരുടെ സപ്പോർട്ട് വി.ഡി. സതീശനാണ്. ഇപ്പം എം.എൽ.എമാർ എടുക്കുകയാണെങ്കിൽ ഏകദേശം 35ഓളം എം.എൽ.എമാർ സപ്പോർട്ട് ചെയ്യുന്നതും വി.ഡി. സതീശന് വേണ്ടി തന്നെയാണ്. ആ സമയത്ത് കെ.സി. വേണുഗോപാൽ അവകാശവാദം മുമ്പിലുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതെല്ലാം നോക്കി നടത്തുന്ന ഹൈക്കമാൻഡിൻ്റെ ആൾക്കാർ കെ.സി. വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പം എങ്ങനെയാണ് ഈ സാധനം വിശകലനം ചെയ്യുന്നത്? കെ.സി. വേണുഗോപാൽ ആയിരിക്കുമോ, അതോ സതീശന് ചാൻസ് കിട്ടുമോ, അതോ സീനിയോറിറ്റിയുടെ പേരിൽ രമേശ് ചെന്നിത്തലൊക്കെ ആയിരിക്കുമോ? അതായത് കേരള രാഷ്ട്രീയവും മറ്റുള്ള സ്ഥലങ്ങളിലെ രാഷ്ട്രീയവും തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല. കാരണം കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 2021 സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 2021 തകർന്ന് തരിപ്പണമായ UDF ആണ്. 2016 ഇലക്ഷന് ശേഷം 2 തവണയായിട്ട് 10 വർഷക്കാലം കേരളത്തിൽ UDF തകർന്ന് ഇല്ലാതായി തീർന്നിരുന്നു. മറ്റുള്ള സ്ഥലത്ത് ഒരു മുന്നണി വരുന്നു, മറ്റേ മുന്നണി കയറുന്നു, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. കേരളത്തിൽ അങ്ങനെയല്ല. ഇപ്പം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കേരളത്തിൽ UDF മാത്രമല്ല, മുന്നണിയാണ്. കോൺഗ്രസ് മാത്രമല്ല, ലീഗുണ്ട്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്, RSP ഉണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നതാണ് മുന്നണി. ആ മുന്നണിയെ നയിക്കുന്ന ഒരു ശക്തനായ നേതാവായിരുന്നു വി.ഡി. സതീശൻ. അപ്പം കോൺഗ്രസിന് മാത്രം ഒരു തീരുമാനമെടുത്ത് അധികാരത്തിൽ പറയണമെങ്കിൽ കോൺഗ്രസിന് സ്വന്തമായൊരു ഭൂരിപക്ഷം വേണം. അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടായാലും മുന്നണീൻ്റെ കൂടി കേൾക്കണം. ഇപ്പോൾ കേരളത്തിൽ നമ്മളൊറ്റ ചോദ്യമാണ്, കേരളത്തിൽ വി.ഡി. സതീശൻ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമായിരുന്നു? ഡൽഹിയിൽ നിന്ന് AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പണം കൊടുത്തുകൊണ്ട് മാത്രം ഇവിടെ ജയിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. കേരളത്തിൽ UDF തകർന്നു കിടക്കുന്ന UDFനെ പുനരുജ്ജീവിപ്പിച്ച് ശക്തമാക്കി, അണികളെ ശക്തമാക്കി, അതിൻ്റെ ഓരോ ബൂത്തിനുള്ള പ്രവർത്തനം സജ്ജീകരിച്ച് ഡെവലപ്പ് ചെയ്ത് ഇവിടെ വരെ വിജയത്തിലെത്തിച്ചത് വി.ഡി. സതീശനാണ്. അതായത് 100-ൽ പരം സീറ്റ് കിട്ടുമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിവുള്ള ഒരു നേതാവ് പോലും കേരളത്തിലുണ്ടായിരുന്നില്ല. അത് വി.ഡി. സതീശൻ കൃത്യമായി പറഞ്ഞു, അത് തന്നെ നേടുകയും ചെയ്തു. 102 സീറ്റ് മാജിക് നമ്പർ നേടിയത് കൃത്യമായി അദ്ദേഹത്തിന് താഴെ തട്ട് മുതൽ മുകളിൽ വരെ കൃത്യമായി കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്ന സീറ്റ് വിജയിക്കാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. അതിൻ്റെ പ്രതിഫലമാണ് ആ 102 സീറ്റ്. അപ്പം ഇടതുപക്ഷ മുന്നണി എന്നാലും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവചനങ്ങളൊക്കെ വന്നപ്പോൾ അതിനെയൊക്കെ തട്ടിമാറ്റി കൃത്യമായി അദ്ദേഹം UDFനെ വിജയത്തിലെത്തിച്ചു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയ ശേഷം ആ വെള്ളത്തിൻ്റെ അവകാശം വേറാക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കാര്യം. ഇവിടെ വിജയിച്ച് ജനങ്ങളുടെ പൂർണ്ണമായി പിന്തുണ, കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത പിണറായി വിരുദ്ധ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. അതിനെ നയിച്ച പടനായകൻ ആരാണ്? വി.ഡി. സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഒരു കലാപം തന്നെ നടക്കും. അദ്ദേഹം എടുത്ത തീരുമാനം ഇപ്പോൾ കേൾക്കുന്നത്, അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ കേട്ട 35 MLA-മാരുടെ സഹായമുണ്ട്, പിന്തുണയുണ്ടെന്നാണ്. നമുക്കറിയാം, ഡൽഹിയിൽ അദ്ദേഹം കൊടുത്ത 90 പേരുടെ ലിസ്റ്റ് വെട്ടിമാറ്റി സ്വന്തം ലിസ്റ്റ് കുത്തിത്തിരികെ ഉണ്ടാക്കിക്കൊണ്ടെന്നാണ് കെ.സി. വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ ഇവരുടെ പിന്തുണ ഉണ്ടാവും എന്നുള്ളത് കണക്കൂട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയുള്ള സ്ഥലത്ത് കെ.സി. വേണുഗോപാലിൻ്റെ അത്തരത്തിലുള്ള സമീപനത്തെ ഒക്കെ ഉണ്ടായിട്ട് അംഗീകരിച്ച് കൂടെ നിന്ന് ഇലക്ഷന് വിജയിപ്പിച്ച ശേഷം ഇപ്പോൾ ഇവിടെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവുന്ന നടപടിയല്ല. മാത്രമല്ല കേരളത്തിൽ കലാപം വരെ നടക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്താണ് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ മതി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ MLA ആയിരുന്നോളാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്താൽ അത് കോൺഗ്രസിന് വലിയ പ്രശ്നമാവും, UDFന് വലിയ പ്രശ്നമാവും എന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. അതേസമയത്ത് ഏറ്റവും രസകരമായ കാര്യം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്ത് മുന്നണി ഘടകകക്ഷികൾ കൂടി കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും അത് വി.ഡി. സതീശനെ വെട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അഥവാ വെട്ടിമാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിലെ UDFനെ മുന്നോട്ട് നയിക്കാനും കഴിയില്ല. അത് വലിയ പ്രശ്നത്തിന് കാരണമായി തരും. അണികൾക്കിടയിൽ തന്നെ വലിയ ജനകീയ പിന്തുണ, വലിയ ആരാധന തന്നെ ആയി മാറിയിരിക്കുകയാണ് ആർക്ക്? വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ പുതുയുഗ യാത്രയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ സ്വീകരണം, വിജയ്ക്ക് അവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്ന സ്വീകരണത്തെക്കാൾ 10 മടങ്ങാണ്. അത്ര ആവേശമായിരുന്നു. ആ ആവേശം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ് പുതുയുഗ യാത്രയെ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ അങ്ങനെ UDFനെ വിജയിപ്പിച്ചെടുത്ത നേതാവിനെ വെട്ടിമാറ്റി മുകളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ അത് ഇവിടുത്തെ അണികൾ അംഗീകരിക്കില്ല. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്,
ഇപ്പോൾ നടന്ന 5 സംസ്ഥാനങ്ങളെ ഇലക്ഷനിൽ ഉത്തരവാദിത്തമുള്ള ആളല്ലേ KC വേണുഗോപാൽ? എവിടെയാണ് അദ്ദേഹം വിജയിപ്പിച്ചെടുത്തത്? ഏതെങ്കിലും സ്ഥലത്ത് കോൺഗ്രസിനെ സ്വന്തമായി വിജയിപ്പിച്ചെടുത്തോ? ആസാമിൽ പ്രതിപക്ഷമായിട്ടുള്ള ആപ്പടെ കോൺഗ്രസ് ആണ്. അവിടെ 20 സീറ്റിലേക്ക് പോയി. കഴിഞ്ഞ 50 സീറ്റായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ 50 സീറ്റിൽ നിന്ന് 20 സീറ്റിലേക്ക് പോയി. അവിടെ അങ്ങനെ ആളാണോ അവിടെ വരുന്നത്? രണ്ടാമത് പശ്ചിമ ബംഗാൾ വെറും 2 സീറ്റാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള തമിഴ്നാട് 294 സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ ഒരു 25 സീറ്റ് പിടിച്ചെടുക്കാൻ കഴിവില്ലാത്ത നേതാവാണോ കേരളത്തിലേക്ക് വരുന്നത്? അതേപോലെ തന്നെയുള്ള ചോദ്യം പുതുച്ചേരിയിൽ ഒറ്റയ്ക്ക് നിന്ന് ഭൂരിപക്ഷം DMK കൂട്ടിച്ചേർന്ന് ഒരു മുന്നണിയെ രൂപീകരിക്കാൻ അവർ കഴിഞ്ഞില്ല. എന്നിട്ടോ ദയനീയമായി പരാജയപ്പെട്ടു. അവിടെ എരന്നു വാങ്ങിയതാണ് പരാജയം. അവിടെയും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല. ആസാം കഴിഞ്ഞു, ബംഗാൾ കഴിഞ്ഞു, പുതുച്ചേരി കഴിഞ്ഞു, തമിഴ്നാട്ടിലോ വെറും 5 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. വെറും 5 സീറ്റ്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തം കോൺഗ്രസിനെ ഡെവലപ്പ് ചെയ്യാൻ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും കഴിയാത്ത ആള് ഇവിടെ വന്ന് VD സതീശന്റെ നേതൃത്വത്തിൽ ഇവിടെ ശക്തമായി മുന്നേറി വിജയത്തിലെത്തിയപ്പോൾ ആ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് തട്ടി ഇവിടെ വന്നാൽ അതിന് ഞാൻ തയ്യാറല്ല എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റു, അതേപോലെ എന്താ പറയുക മഹാരാഷ്ട്ര, ബീഹാർ, ഛത്തീസ്ഗഡ്, ഇവിടുത്തെ അന്നൊക്കെ എന്താ പറയുക ഈ AICCനെ കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ഇലക്ഷന് മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നത് KC വേണുഗോപാലാണ്. ഇന്നേ വരെ ഇപ്പോൾ കേരളത്തിൽ സതീശൻ പറഞ്ഞു തോറ്റു കഴിഞ്ഞാൽ ഉത്തരവാദി ഞാനാണ്. ആ ഒരു വെല്ലുവിളിയെങ്കിലും മുമ്പ് ഏറ്റെടുക്കണമായിരുന്നു. ഹരിയാനയിൽ തോറ്റു കഴിഞ്ഞാൽ ഉത്തരവാദി ഞാനാണ് എന്നുള്ള സാധനം അവർ ഏറ്റെടുക്കണമായിരുന്നു. 5 ഇടത്ത് തോറ്റു, ഒരിടത്ത് പോലും സാധനം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഈ സംസ്ഥാനം 4 സംസ്ഥാനം ഇപ്പൊ നടന്ന സംസ്ഥാനങ്ങളിലെ തോറ്റതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറുണ്ടോ? അതാണ് VD സതീശൻ പറഞ്ഞത്. ഇവിടെ തോറ്റതിന്റെ ഉത്തരവാദിത്തം എനിക്ക്, ജയിച്ചതിന്റെ ഉത്തരവാദിത്തം മുന്നണിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള സമീപനത്തിൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് വേറെ ആളെ ആക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം VD സതീശൻ പറയുന്നത് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ ഞാൻ MLA ആയിരുന്നോളാം. അതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം വളരെ ക്ലിയർ ആണ്. VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ നടക്കില്ല കാര്യം. കാരണം അതാണ് അതിന്റെ ശരി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. MLA-മാരിൽ 35 പേരുണ്ട് അദ്ദേഹത്തിന് പിന്തുണയുണ്ടെന്ന് പറഞ്ഞ 52 പേര് KC വേണുഗോപാലിനുണ്ടെന്ന് പറയുന്നത്, 25 പേര് രമേശ് ചെന്നിത്തലയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ അപ്പോൾ 63 പേരേ ഉള്ളൂ. അപ്പൊ ആരെന്ത് എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. മുന്നണി ഒറ്റയ്ക്ക് കെട്ടായിട്ട് മുന്നണിയെ മൊത്തത്തിൽ എടുക്കണം. മുന്നണി വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ ഒരാൾക്കും കയറാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ മുസ്ലിം ലീഗിന്റെ നിർണായകമായും അതേപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നിർണായകമായ പിന്തുണ സതീഷിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ ഇന്നിപ്പോൾ രാവിലെ സാംസ്കാരിക നേതാക്കന്മാരെല്ലാവരും പാടെ ഒരു കത്ത് എഴുതിയിട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ നടൻ സിദ്ദീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. സതീശനല്ലാണ്ട് വേറൊരാളെ കേരള ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി നേരിട്ട് വന്നാൽ പോലും രാഹുൽ ഗാന്ധിന് ജനങ്ങൾ അംഗീകരിക്കില്ല. അത് സതീശന് മാത്രമുള്ള പോസ്റ്റാണ്. പിന്നെ അതുപോലെ മറ്റ് സാംസ്കാരിക നേതാക്കന്മാരെല്ലാവരും ഏകദേശം 30ഓളം ആൾക്കാർ എഴുതി ഒപ്പിട്ടിട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ കേരളത്തിൽ അത് കോൺഗ്രസിന് സതീശൻ മതി എന്നുള്ളൊരു കാര്യം. അതെ, നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ജയശങ്കറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. എന്നാ കാണട്ടെ, അദ്ദേഹത്തെ വെട്ടിമാറ്റിയിട്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയെ കാണട്ടെ, ഇവിടെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് കൂടി വീഡിയോ കൂടി നമുക്കിതിൽ കൊടുക്കാം. VD സതീശൻ്റെ പേര് വെട്ടിയിട്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? എനിക്കും അല്ല. ഈ നാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആളുകൾ തുണി നോക്കി കാണിക്കില്ലേ കോൺഗ്രസ്സുകാരൻ? KPCC ആഫീസിന് മുമ്പിൽ പോയിട്ട് ആളുകൾ മുണ്ട് നോക്കി കാണിക്കും. കാരണം അതല്ലാതെ അതിന് ചികിത്സയില്ല. VS-ന് സീറ്റ് നിശ്ചയിച്ച സംഭവം ഉണ്ടല്ലേ, പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു സീറ്റ് കൊടുക്കില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റി എന്ന് പറഞ്ഞ പോലെ സതീശനല്ല KC ആയിരിക്കും കേരള മുഖ്യമന്ത്രി ഒന്ന് പറയട്ടെ. നല്ല രസമായിരിക്കും. സത്യത്തിൽ അങ്ങനെ ഒരു സാധനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു നമ്മളെപ്പോലുള്ള ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതൊരു രസമാണല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അതുകൊണ്ട് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി ആകട്ടെ. അദ്ദേഹത്തിൻ്റെ പേര് ഡൽഹിയിൽ നിന്ന്